ഹായ് ഗഡീസ്, ഡാക് വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. അപ്പോൾ ഗഡീസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡൽഹി യാത്രയാണ്. ഡൽഹിയിലേക്കുള്ള യാത്രയും പിന്നെ അവിടുത്തെ ഡൽഹിയിലെ ചെറിയ ചെറിയ കുറച്ച് കാഴ്ചകളും കേട്ടോ. അതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഗഡീസ്, നമ്മൾ ട്രെയിൻ കയറിയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഓക്കെ ആക്കിയിട്ടാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നേരത്തെ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി. പിന്നെ ഇതേ രാവിലെ ആയി പെൻറ്റാട്ടോ. അപ്പോഴാണിത് അതിമനോഹരമായ നല്ല കോടയൊക്കെ വീണിട്ടുള്ള പ്രഭാത കാഴ്ച. അടിപൊളി. പിന്നെ പതിവ് പോലെ തന്നെ നമ്മൾ കാലത്ത് തന്നെ ചായ കുടിക്കുന്ന ഒരു ചായ കൊണ്ട് പറഞ്ഞിട്ടാ. അപ്പോൾ ഗഡീസ്, ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റേ ബിസ്ക്കറ്റ് ചായയുടെ സാധനം എന്നിട്ട് ആദ്യം വിചാരിച്ചത്. പിന്നീട് മനസ്സിലായത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഗ്ലാസ് ഇവിടുത്തെ. അടിപൊളി, എന്തായാലും കൊള്ളാം, സംഭവം സെറ്റാണ്. ഞാൻ വെച്ചത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നു വെച്ചു. പക്ഷേ മേടിച്ചുകൊണ്ടൊന്നും പോലെ നമ്മുടെ സ്വന്തം. അപ്പോൾ ഗഡീസ്, പിന്നെ നമ്മുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ നേരത്തെ നടക്കണ്ടായിരുന്നു കേട്ടോ. അതിന് നമുക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടക്കാം, പിന്നെ എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. വേറെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഡൽഹിയിലെ കാലം തിരികെ നമ്മളിത് റെയിൽവേയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ്റെ. ഇനി നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിനുള്ള ചെറിയ അന്വേഷണത്തിലാണ്. അപ്പോൾ ഗഡീസ്, നമ്മളങ്ങനെ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എവിടേക്കൊക്കെയോ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തമ്പുരാനറിയാം. അപ്പോൾ ഗഡീസ്, നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മറ്റേ ക്യാബിൽ കയറി നേരെ നമ്മൾ റൂമൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ പരമാവധി നമ്മൾ ചീപ്പ് റേറ്റാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോഗൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യം ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല, അനങ്ങാൻ പറ്റാത്ത ട്രാഫിക്കാണ്. അപ്പോൾ ഗഡീസ്, നമ്മളങ്ങനെ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാനുള്ള പരിപാടിക്ക് ഇറങ്ങിയേക്കാണ്. അതിവിടെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതിൽ കയറണം എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ബിരിയാണി എന്ന് പറയലേ കാര്യമുള്ളൂ. ബിരിയാണിയുടെ ഒരു ഇതും കാണുന്നില്ല. ചിക്കനുണ്ട്. അപ്പോൾ ഗഡീസ്, നമ്മളിത് ഇവിടെ കയറി ഫുഡ് അടിച്ച് ഇറങ്ങിയിട്ടാ. ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി എന്ന് പറയാനുള്ളൊരിതൊന്നുമില്ല. ഇവിടെ ഫുള്ള് ധാബകളുടെ ഏരിയ കേട്ടോ. ഇഷ്ടംപോലെ ധാബകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചുമ്മാ ഒന്ന് നൈറ്റ് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാലോ, ഒന്ന് നടക്കാൻ ഇറങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. ഗംഭീര പൊല്യൂഷനാട്ടോ, ഒരു രക്ഷയില്ല. കോടയും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ കാണുന്നത്, മൊത്തം പൊടിപടലാണ്, രക്ഷയില്ല. ഇപ്പോൾ ആ ഫ്രണ്ടിൽ കുളവായ വണ്ടിയാണ് മറ്റേ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ, പൊടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗഡീസ്, നമ്മളിത് ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ നൈറ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നുണ്ടോ. എവിടേക്കൊന്നുമില്ല, അങ്ങനെ ചുമ്മാ ഒരു നടത്തം.
അപ്പോൾ വഴിയിലൊക്കെ ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ കടകളുണ്ട്. നമ്മളിതൊക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും യാത്ര ചെയ്ത് വന്നതിൻ്റെ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂമിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് റൂമിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ ഗഡീസ് നമ്മളിന്നലെ നൈറ്റ് കറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് റൂമിൽ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ കാലത്ത് എണീറ്റപ്പോൾ ഇത്തിരി നേരം വൈകി കഴിഞ്ഞിട്ട് ഫ്രഷായി വീണ്ടും ഇനി പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ആദ്യം തന്നെ ഫുഡ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കറങ്ങിയൊക്കെ വരണം. അപ്പോൾ ഇവിടെ ഉണ്ടാവും ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ബാക്കി കാണാൻ. അപ്പോൾ ഇന്നും കൂടി ഇവിടെ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് തന്നെ വലിയ പ്ലാനൊന്നുമില്ല അങ്ങോട്ട് പോകേണ്ടതെന്ന്. ഇതാണ് നമ്മുടെ ക്യാൻ. എല്ലാവരും കൂടെ നോക്കും. നടപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഒരു കേരള ഹോട്ടലിൽ അന്വേഷിച്ചുള്ള നടപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ലൊക്കേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കായിട്ടുള്ള നടപ്പായിരുന്നു. അത് എത്താറായുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് കേരള ഹോട്ടലിലവിടെ എത്തിയിട്ടാണ്. അങ്ങനെ അവസാനം ഒരു കേരള ഹോട്ടലിൽ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്കൊരു ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒട്ടുമിക്ക സ്ഥലത്തുണ്ട് കേട്ടോ കേരള ഹോട്ടലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്നാലും മലയാളം ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ അധികം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗഡീസ് നമ്മളങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ബിരിയാണി കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. ഇവിടെ നടക്കണം. നടന്ന് കണ്ടാലാണ് ഒരു രസമുള്ളത്. അല്ലെങ്കിൽ മറ്റേ സൈക്കിൾ റിക്ഷ അങ്ങനത്തെ പരിപാടികളൊക്കെ പോകണം. എല്ലാം ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ നിറച്ചും റോഡ് സൈഡിൽ കറക്റ്റൊരു ക്യാപ്പോടുകൂടിയുള്ള വഴികളുണ്ടാവും. അവിടെ അങ്ങനെ തിങ്ങി ചെരിഞ്ഞിങ്ങനെ കെട്ടിടങ്ങളുണ്ട്. പാറ്റുമരത്തുകൾ, റൂംസും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചേരി ഏരിയയാണ്. ഇവിടുത്തെ ഒരു നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ സൈക്കിൾ റിക്ഷകൾ, പിന്നെ മറ്റേ കുതിര വണ്ടികൾ, പിന്നെ ഇപ്പോൾ കണ്ട മാരത്തെ റിക്ഷകളില്ല, ഇലക്ട്രിക്കിൻ്റെ ഉണ്ട്. ഇപ്പോൾ പുതിയതായ മറ്റേ ഇലക്ട്രിക്കിൻ്റെ ഉണ്ട്, ഇതിൻ്റെ ഉണ്ട്. പിന്നെ മറ്റേ നമ്മളുടെ സാധാ മറ്റേ കൈനറ്റിക്കിൻ്റെ സാധനമില്ലേ, അതുമ്മ ബോഡി ഇട്ടിട്ട് അത് റിക്ഷയാക്കിയിട്ട് കൊണ്ടുപോകുന്ന ടെൻസ്. ഇവിടെ മറ്റേ ലോക്കല് ഇങ്ങനെ പോകാനായിട്ട് അടിപൊളിയാണ്, സെറ്റാണ്. അതിന് ഇഷ്ടംപോലെ അതിനുള്ള ഇതുകളുണ്ട്. 10 രൂപയ്ക്കുള്ള ഒരാൾക്ക് 1 കിലോമീറ്റർ പോകാനൊക്കെ. അപ്പോൾ ഗഡീസ് കറക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മൾ ചെറിയൊരു മെട്രോ യാത്ര നടത്താനായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഏതൊക്കെയാണ് നല്ല സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് പ്ലേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സരോജിനി മാർക്കറ്റ് ഏകദേശം അടുത്ത് നിന്നൊക്കെയുള്ളൊരു ഇത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അങ്ങനെ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മെട്രോ കയറാനുള്ള പരിപാടിയായിട്ട് നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗഡീസ് നമ്മളങ്ങനെ മെട്രോ കയറി. മെട്രോയിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഏത് നേരവും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ സരോജിനി മാർക്കറ്റിൻ്റെ സ്റ്റോപ്പ് എത്തി, നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ സരോജിനി മാർക്കറ്റ് സന്ദർശിക്കാനുള്ള മൂഡിലാണ്. അപ്പോൾ സരോജിനി മാർക്കറ്റിൻ്റെ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗഡീസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഡൽഹിയിലത്തെ നമ്മുടെ രാത്രി ഒരു ചെറിയൊരു നടത്തവും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളും അങ്ങനത്തെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാകും. അപ്പോൾ ബാക്കി ഡൽഹിയിലത്തെ വീഡിയോകളും കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി അടിച്ച് പൊട്ടിക്കിട്ട ഗഡീസ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ഒരു ചിന്ന ബൈ ബൈ.